പാരീസിലെ പ്രസിദ്ധമായ ബില്ലേ മ്യൂസിയം ത്തിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ ഗാർഡൻ, ശരിക്കും ശില്പങ്ങളൊക്കെ ഉള്ള ഒരു ഗാർഡനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പാരീസിൽ എന്തുകൊണ്ട് ഈ സമയത്ത് വന്നു എന്നുള്ളത് ആദ്യം ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ഇപ്പോൾ അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒളിമ്പിക്സ് തീർന്ന സമയത്ത് എന്തിന് ലണ്ടനിൽ നിന്ന് ഇവിടെ വന്നു എന്നുള്ളതാണ്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒളിമ്പിക് സമയത്ത് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു, വന്നാൽ കൊള്ളാമെന്ന് വിചാരിക്കുകയും ചെയ്തു. വേറെ ഒന്ന് രണ്ട് വ്യക്തിപരമായ പ്രതിബന്ധങ്ങളും ഒപ്പം ഈ ഒളിമ്പിക്സ് സമയത്ത് വരുന്ന ആ തിരക്കൊന്ന് ഒഴിവാക്കുക എന്നുള്ളതും എൻ്റെ ലക്ഷ്യമായിരുന്നു. കാരണം ഈ ഒരു സിറ്റി, പാരീസ് സിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ്, അതിമനോഹരമാണ്. അപ്പോൾ ഈ സിറ്റിയിൽ വരിക എന്നാൽ എനിക്ക് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ തിരക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ ഈ സമയത്ത് തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ തിരക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. ഞങ്ങൾ ആളുകൾ എവിടെ പോയാലും ആളുകൾ അങ്ങനെ തിങ്ങി ഞെരുങ്ങി വരുന്ന ഒരവസ്ഥ. അപ്പോൾ പക്ഷേ ഇതിന് വേറെ ഇപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ ടൈംസ് ഫയലിൻ്റെ നേരത്തെ ഉള്ള റിപ്പോർട്ടുകളിൽ തന്നെ ഒളിമ്പിക്സ് ഈ വരാൻ പോകുന്ന എലക്ഷൻ, ബ്രിട്ടനിൽ ഇപ്പോൾ ഈയിടെ നടന്ന എലക്ഷനുള്ള റിസൾട്ട്, അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴിതെവിടെ നിൽക്കുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാദ്യം നമുക്ക് ഈ ഒളിമ്പിക്സിൽ നോക്കാം. ഒളിമ്പിക്സ് ഇപ്പോൾ ഇവിടെ നടന്നത് വൻ വിജയമായിരുന്നു. മറ്റ് ഇതുവരെ ഒളിമ്പിക്സിന് നടന്ന വിറ്റുപോയ ടിക്കറ്റുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള ഒളിമ്പിക്സാണ് ഇപ്പോൾ പാരീസിൽ അവസാനിച്ചത്. അപ്പോൾ പിന്നെ ഫ്രാൻസുകാർ മൊത്തം ഈ ഇതൊരു വൻ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ സഹകരണത്തിൻ്റെ ഒരു സന്ദേശമാണ് ഈ ഒളിമ്പിക്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ തന്നെ ഈ ഒളിമ്പിക്സിൻ്റെ ഈ ജൂഡോയ്ക്ക് അവാർഡ് വാങ്ങിയ ആൾ ടെഡി റൈനർ, അതായത് അയാൾ ഫ്രഞ്ച് പ്രസിഡൻ്റ് ഇങ്ങനെ ആലിംഗനം ചെയ്യുമ്പോൾ, അത് ഭയങ്കര പേര് കേട്ടൊരു പടമാണ്. അപ്പോൾ ആലിംഗനം ചെയ്യുമ്പോഴത്തേക്ക് അത് പറയുന്നത് അയാൾക്ക് ജൂഡോയ്ക്ക് കിട്ടിയ ഗോൾഡ് മെഡൽ ഈ പ്രസിഡൻറ്റും കൂടി ശ്രമിച്ചിട്ടാണ്. അതായത് പ്രസിഡൻറ്റും ഈ ടെഡി റൈനറും കൂടി ഒരുമിച്ചാണ് ഈ ഗോൾഡ് മെഡൽ നേടിയത് എന്നുള്ള നിലയ്ക്കാണ് അതിന് ചിത്രീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ, ആ വിജയത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു ഈ ഒളിമ്പിക്സ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ സന്ദേശം ഈ ഒളിമ്പിക്സ് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പൊളിറ്റിക്സിൽ ഈ ലീപ്പൻ്റെ വലതുപക്ഷ പാർട്ടി തീർച്ചയായിട്ടും അപരനെ സൃഷ്ടിക്കുന്ന വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്നതാണ്. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം മറികടന്ന് ഈ ഒത്തൊരുമയുടെ, സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശമാണല്ലോ ഈ ഒളിമ്പിക്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇവിടെ ശരിക്കും പ്രകടമാവുകയും, ഇപ്പോൾ പാരീസിലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അതിഗംഭീരമായിട്ട് ഒളിമ്പിക്സിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോഴത്തേക്ക് അവരെയൊക്കെ കൊണ്ടുപോകുന്നതിനും മറ്റും വിജയിച്ചു. പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര വിജയമായിരുന്നു. ഇപ്പോൾ പാരീസ് നഗരത്തിന് മധ്യത്തൂടി പോകുന്ന സെൻ നദി, അതുപോലും ശരിക്കും അവസാനമായപ്പോഴത്തേക്ക് ഒളിമ്പിക്സിനോട് ചേർന്ന് വന്നു ആഘോഷിച്ചു എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതേസമയം ഇവിടെ
ആദ്യത്തെ ഇലക്ഷനിൽ ആദ്യ തവണ ഒന്നാം സ്ഥാനത്തെത്തിയ ലീപ്പൻ്റെ പാർട്ടി ഫ്രണ്ട് നാഷണൽ, അത് അവരുടെ ആരും ഈ ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അവരൊക്കെ ഇവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത്. പോയി എന്നല്ല, അവരൊക്കെ ഈ ഹോളിഡേ സമയത്ത് അവർ എന്ന ഹോളിഡേ ആണ് അവർക്ക് പ്രാധാന്യം, അതുകൊണ്ട് അവർ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അവർ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഫ്രഞ്ച് ജനത മൊത്തം ആ സാഹോദര്യത്തിൻ്റെ ആ ഒരു ഐക്യത്തിൻ്റെ ആ സന്ദേശവുമായിട്ട് ഈ ഒളിമ്പിക്സിനെ ആഘോഷിച്ചു, ഒരു വൻ വിജയമാക്കി മാറ്റി. ഇനി നമുക്ക് ആ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് ചെറുതായിട്ട് നോക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഇലക്ഷൻ ഒന്നാം റൗണ്ടിൽ ഈ ലീപ്പൻ്റെ വലതുപക്ഷ പാർട്ടി ആദ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായി വന്ന് ലോകമൊത്തം ഉള്ള ആളുകളെ അമ്പരപ്പിച്ച ഒരു റിസൾട്ടാണ് ആദ്യം വന്നത്. പക്ഷേ രണ്ടാം റൗണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് ശരിയാവത്തില്ല, ഇവരെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ടാക്റ്റിക്കൽ വോട്ടിംഗ് നടക്കുകയുണ്ടായി. അപ്പോൾ ടാക്റ്റിക്കൽ വോട്ടിംഗ് അനുസരിച്ച് ഇടതുപക്ഷങ്ങളെല്ലാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഗ്രീൻ പാർട്ടി, അവരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അവരുടെ ഒരു ഐക്യമുന്നണിയുണ്ട്. അതേസമയം പ്രസിഡൻറ്റിൻ്റെ മറ്റൊരു പാർട്ടിയുണ്ട്, പ്രസിഡന്റ് മാക്രോണിൻ്റെ പാർട്ടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു ടാക്റ്റിക്കൽ വോട്ടിംഗ് പരിപാടി അവർ ആസൂത്രണം ചെയ്തു. അതവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ത്രികോണ മത്സരം ഒഴിവാക്കുക, രണ്ടാമത്തെ റൗണ്ടിൽ ത്രികോണ മത്സരം ഒഴിവാക്കുക, അതിലൂടെ ഈ വലതുപക്ഷത്തെ പരാജയപ്പെടുത്തുക. അത് കൃത്യമായിട്ട് അവർ ചെയ്തു. അത് ഒരു 100-ലധികം സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ പലയിടത്തും ത്രികോണ മത്സരം ഒഴിവാവുകയും, അതേസമയം ഒരു 19 സ്ഥലത്ത് ത്രികോണ മത്സരം നടക്കുകയും ചെയ്തു. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഈ ലീപ്പൻ്റെ പാർട്ടി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ഏറ്റവും വലിയ പാർട്ടികളായിട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗ്രീൻ പാർട്ടിയും ഉൾപ്പെട്ട ഇടതുപക്ഷങ്ങളാണ്. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. രണ്ടാം സ്ഥാനത്ത് വന്നത് പ്രസിഡന്റ് മാക്രോണിൻ്റെ പാർട്ടിയാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഭരിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ഭരണം കൈയാളാൻ വേണ്ടിയുള്ള ഒരു സഖ്യം ഇവർ തമ്മിൽ രൂപപ്പെട്ട് വന്നിട്ടില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു സഖ്യമില്ലായിരുന്നു. പക്ഷേ ഇലക്ഷൻ നടന്നെങ്കിലും ഈ പ്രധാനമന്ത്രിയെ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു മാസത്തിലധികം കഴിയുന്നു. അപ്പോൾ ഇനി പക്ഷേ പുതിയ പേരുകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ പറയുന്നത് ഞങ്ങളുടെ പോളിസി നടപ്പാക്കും, അത് മാത്രമേ നടപ്പാക്കൂ എന്നൊക്കെ പറഞ്ഞ് വാദിച്ചിരുന്നു തുടക്കത്തിൽ. കാരണം അതൊരിക്കലും നടക്കത്തില്ല. അത് കാരണം അപ്പോൾ അവർക്ക് പ്രസിഡന്റിൻ്റെ പാർട്ടിയെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് പുതിയ ഇപ്പോൾ പ്രധാനമന്ത്രിയെ ഇനിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഫ്രഞ്ച് രീതി അനുസരിച്ച്. അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി പുതിയ പേരുകളൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പാരീസ് ഞാൻ പല ആളുകളുമായിട്ട് സംസാരിച്ചു. അപ്പോഴേ അവരൊക്കെ ഇതിൻ്റെ ആ ഒരു വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം പറയുന്ന ലീപ്പൻ്റെ പാർട്ടി വരുന്നതിനെക്കുറിച്ച് വളരെ ആശങ്കയുള്ളവരായിരുന്നു. പക്ഷേ അതേസമയം മറ്റു ചിലർ പറയുന്നത് ഇവരൊക്കെ ഈ പുറത്തുനിന്ന് ഇവിടെ വരുന്ന ആളുകളാണ്. ഇവിടെ ഈ സിറ്റിയിലൊന്നും അവർ പലപ്പോഴും കാണില്ല. അവരൊക്കെ പലപ്പോഴും പുറത്തായിരിക്കും അവർ താമസിക്കുന്നത്. അപ്പോൾ ആ ആളുകൾ അവരുടെ ജീവിതത്തിലൊന്നും വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് പറയുന്നവരും എന്നോട് പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഏതായാലും ഞാൻ പലപ്പോഴും ഇവിടെ ഫ്രാൻസിൽ വരുന്നതാണ്, പാരീസിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്തവണ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും കൂടുതൽ സന്തോഷമുണ്ടായി. കാരണം ലീപ്പൻ്റെ ഈ പാർട്ടിയൊക്കെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇവിടെ പാരീസിൽ വരാൻ അധികം സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വളരെ നല്ല ഒരു അനുഭവമായിട്ട് തന്നെയാണ് ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാം മൊത്തത്തിൽ നല്ലൊരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഏതായാലും
ഫ്രഞ്ച് ജനത അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് വന്നു. ഇനി ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഐക്യത്തോടു കൂടി, ഇടതുപക്ഷ പാർട്ടികളും പ്രസിഡന്റ് ലീപ്പൻ്റെ പാർട്ടിയും കൂടി ചേർന്ന് ഒരു പുതിയ മന്ത്രിസഭയൊക്കെ രൂപീകരിച്ച് പ്രധാനമന്ത്രിയൊക്കെ എലക്ട് ചെയ്ത് നല്ലൊരു നിലയ്ക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത് ഫ്രാൻസിന് മാത്രമല്ല ലോകത്തിനു കൂടി അത്യാവശ്യമുള്ള ഒരു നടപടിയാണ്. അത് അങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൺ ദ റോഡ് മീഡിയയ്ക്കും അതിലെ ടൈംസ് ഫയലിനും വേണ്ടി പാരീസിൽ നിന്നും മണമ്പൂർ സുരേഷ്.